വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ രാജിയമ്മ പച്ചില മരുന്നൊക്കെ രോഹിത്തിൻ്റെ മുഖത്തേക്ക് അങ്ങ് ഓരോ സ്ഥലത്ത് കവിളിലും നെറ്റിയിലും കണ്ണിലും ഒക്കെ ആയിട്ട് അങ്ങ് തൊട്ട് വയ്ക്കുകയാണ്. ഈ സമയത്ത് ശാരദ അമ്മ ശാരികയും കൊണ്ടുവരുന്നുണ്ട്. തുടർന്ന് രാജിയമ്മയെന്ന് വിളിക്കുമ്പോൾ പവിഴം പോയി പുറത്തേക്ക് നോക്കുകയാണ്. തുടർന്ന് രോഹിത്തിനുള്ള ചികിത്സകൾ രാജിയമ്മ അവിടെ അങ്ങ് തുടരുകയാണ്. മരുന്നൊക്കെ വയ്ക്കുന്നുണ്ട്. തുടർന്ന് രാജിയമ്മയെ കാണുന്നില്ലല്ലോ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ആ മാമനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം മാമൻ എന്ത് പറ്റിയാണെന്ന് ചോദിക്കുമ്പോൾ എവിടെന്നോ വീണതാണ് എന്നൊക്കെ പവിഴം പറയുകയാണ്. അന്നേരം ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആൾക്ക് ബോധമില്ല, കുറേ നാളായി ഇവിടെ ചികിത്സയിലാണെന്നൊക്കെ പവിഴം പറയുന്നുണ്ട്. ഊരും പേരുമൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല എന്നൊക്കെ പവിഴം പറയുകയാണ്. തുടർന്ന് രാജിയമ്മ പുറത്തേക്ക് വന്ന ശേഷം ശാരികയും ശാരദാമ്മയും കൂട്ടി അകത്ത് വേറൊരു മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് ആ കട്ടിലേക്ക് ശാരികയോട് കിടക്കാൻ പറയുന്നുണ്ട്. ശാരദാമ്മ പിടിച്ചൊക്കെ കിടത്തുകയാണ്. തുടർന്ന് രാജിയമ്മ പരിശോധിക്കാനായിട്ട് തുടങ്ങുകയാണ്. ആദ്യമേ തന്നെ ശാരികയുടെ മുഖത്തേക്ക് പിടിക്കുമ്പോൾ ശാരിക അങ്ങ് പേടിച്ച് ഞെട്ടുന്നുണ്ട്. അന്നേരം പേടിക്കണ്ട, രാജിയമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൊക്കെ പിടിച്ച് നോക്കുകയും കയ്യിലെ നാടിമെടുപ്പ് നോക്കുകയും ഒക്കെ ചെയ്യുകയാണ്. തുടർന്ന് ആകെ അങ്ങ് വിഷമത്തോടെ ശാരദാമ്മ നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, ഭേദമാകുമല്ലോ അല്ലേ എന്ന്. പക്ഷെ അന്നേരം ആ ചോദ്യം കേട്ടിട്ട് രാജിയമ്മയ്ക്ക് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഇപ്പം തന്നെ കുട്ടിയും കൊണ്ട് ഇവിടെ നിന്ന് പോകാമെന്ന് പറയുന്നുണ്ട്. അന്നേരം അത് അങ്ങനെയല്ല രാജിയമ്മയെ ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക, ഞാൻ കുട്ടിയെ ഒന്ന് പരിശോധിക്കട്ടെ എന്ന്. തുടർന്ന് വീണ്ടും ശാരിക രാജിയമ്മ കൈയും കണ്ണും ഒക്കെ തുറന്നൊക്കെ അങ്ങ് പരിശോധിക്കുകയാണ്. തുടർന്ന് പവിഴത്തോട് കുറേ പച്ചില മരുന്നുകളുടെ പേരൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുവരാൻ രാജിയമ്മ പറയുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ ആ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് രോഹിത്ത് കിടക്കുന്ന റൂമിൻ്റെ വാതിലിങ്ങനെ തള്ളി തുറക്കുകയാണ്. എന്നിട്ട് രോഹിത്തിനെ നോക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ശാരദാമ്മയ്ക്ക് രോഹിത്തിനെ തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം എന്ന് വെച്ചാൽ രോഹിത്തിൻ്റെ മുഖം മുഴുവൻ പച്ചില മരുന്ന് കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. ആ താടിയും മീശയും മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ആ ഒരു കിടപ്പിൽ രോഹിത്തിനെ തിരിച്ചറിയാനായിട്ട് ശാരദാമ്മയ്ക്ക് സാധിക്കുന്നില്ല. പക്ഷേ കുറേ നേരം ശാരദാമ്മ അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അന്നേരം പവിഴം വന്ന് പറയുന്നുണ്ട്, അതെ ഇവിടെ എങ്ങനെ കുറേ സമയം നിൽക്കാനായിട്ട് പാടില്ല, വൈദ്യമുറിയിൽ ആരും കയറുന്നത് രാജിയമ്മയ്ക്ക് ഇഷ്ടമല്ല, പുറത്തേക്ക് പോയിരിക്കാൻ. അന്നേരം അത് ചിരിച്ച് സമ്മതിച്ചിട്ട് ശാരദാമ്മ അങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് പഠിക്കുകയാണ് ശ്യാമ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സമയത്ത് രാജീവ് അവിടേക്ക് വരികയാണ്. കുടിച്ച് ആകെ ലെക്ക് കെട്ട് ബോധമില്ലാതെ ഇങ്ങനെ ഗേറ്റിലൊക്കെ പിടിച്ച് ഇങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ആ ഗേറ്റിൽ പിടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ ശ്യാമ തിരിഞ്ഞു നോക്കുകയാണ്. അന്നേരം രാജീവ് സാറേ എന്നും പറഞ്ഞ് ഓടി ചെല്ലുകയാണ്. എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഒന്നും പറ്റിയില്ല, ഒന്നുമില്ല എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് രാജീവിൻ്റെ ആ അവസ്ഥ കണ്ടിട്ട് ശ്യാമയ്ക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അന്നേരം ശാരിക എവിടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം വലിയ ചേച്ചി ഇവിടെ ഇല്ല, കണ്ണിൻ്റെ ചികിത്സയ്ക്ക് പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ഏത് ആശുപത്രിയിലാണ് എന്ന് ചോദിക്കുമ്പോൾ ആശുപത്രിയിലൊന്നുമല്ല, അടിവാരത്തെ സെറ്റിൽമെൻറ്റ് കോളനിയിലാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം കണ്ണിന് ചികിത്സ സെറ്റിൽമെൻറ്റ് കോളനിയിലോ എന്നിങ്ങനെ രാജീവ് ചോദിക്കുകയാണ്. അന്നേരം രാജീവ് വീഴാനൊക്കെ പോകുന്നുണ്ട്. ഒരുവിധം പിടിച്ചൊക്കെ ഗേറ്റിൽ പിടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് അവിടെ ഒരു ആദിവാസി ഗോത്ര ചികിത്സയാണ് എന്ന് പറയുമ്പോൾ പിന്നെയും അന്ധവിശ്വാസം എന്നും പറഞ്ഞ് രാജീവ് അങ്ങ് പുച്ഛിക്കുന്നുണ്ട്. തുടർന്ന് വൈദ്യൻ്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ ആരാ വൈദ്യൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഒരു സ്ത്രീയാണ്, പേര് രാജിയമ്മ എന്നിങ്ങനെ ശ്യാമ പറയുന്നുണ്ട്. തുടർന്ന് രാജീവ് അങ്ങ് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട്, സാർ എങ്ങോട്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊന്നും ഇയാൾ തിരക്കേണ്ട ആവശ്യമില്ല, എനിക്കിഷ്ടമുള്ളിടത്തേക്ക് ഞാൻ പോകും, പിന്നെ ഇവിടെ വന്ന് തിരക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ കെട്ടിയ ഒരു താലി അവരുടെ കഴുത്തിലില്ലേ, അത് ഇപ്പോഴും അവിടെ തന്നെ ഇല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സാർ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ശ്യാമ. തുടർന്ന് തൻ്റെ ചേച്ചിയുടെ കാര്യമല്ലേ, അവളിൽ നിന്നും അതും പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് രാജീവ് വീണ്ടും പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, സാർ അടിവാരത്തേക്കാണ് പോകുന്നതെങ്കിൽ സാർ അങ്ങോട്ടത്തേക്ക് പോകണ്ട, സാറിനോടുള്ള പിണക്കം ഇതുവരെയും ചേച്ചിക്ക് മാറിയില്ല, ഇന്നലെയും അമ്മ സംസാരിച്ചപ്പോൾ ചേച്ചി പിണക്കത്തിൽ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അരിയും തന്ന് ആശാരിയും കടിച്ചിട്ടും പട്ടിയുടെ മുറിവുറുപ്പ് ഇതുവരെയും മാറിയിട്ടില്ലേ എന്നും പറഞ്ഞ് രാജീവ് വീണ്ടും കളിയാക്കുകയാണ്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, സാറിനെ ഉപദേശിക്കുകയാണെന്ന് പഠിപ്പിക്കാൻ വരികയാണെന്ന് കരുതണ്ട, ലഹരി ഒന്നിനും ഒരു പരിഹാരമല്ല, അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ ഭാര്യയുടെ കയ്യിൽ നിന്ന് അമ്മയും പെങ്ങന്മാരും ഒക്കെ നോക്കി നിൽക്കെ ചെവിക്കുറ്റിക്ക് അടി കൊള്ളുമ്പോൾ ഞാൻ അതൊക്കെ മറന്ന് ഒരു മനസ്സമാനത്തോടെ കുറച്ചു നേരമെങ്കിലും ഇരുന്നോട്ടെ, പാഠപുസ്തകത്തിൽ പഠിക്കാത്ത പാഠങ്ങൾ ഒരുപാട് ജീവിതത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് രാജീവ് അങ്ങ് നടന്നു പോവുകയാണ്. ആ പോകുന്നതൊക്കെ കാണുമ്പോൾ ശ്യാമയ്ക്കങ്ങ് ഒരുപാട് വിഷമമാകുന്നുണ്ട്. അങ്ങോട്ട് മുന്നിലോട്ട് പോകുന്ന രാജീവ് റോഡിലങ്ങ് വീഴുകയൊക്കെ ചെയ്യുകയാണ്. പിന്നെയും അപ്പം അത് എണീറ്റ് മതിലിലൊക്കെ പിടിച്ച് നടന്നങ്ങ് രാജീവ് പോവുകയാണ്. അന്നേരം രാജീവിന് വിഷമവും ഉണ്ട്, പക്ഷേ ശാരീരികയുടെ ദേഷ്യവും ഒക്കെയാണ് പ്രകടമാക്കുന്നത്.
ഇതേസമയം പ്രീതിയുടെ റൂമിൽ സത്യഭാമ പ്രീതിയെ ശുശ്രൂഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. തലേണയൊക്കെ നേരെ വെച്ച് ഷീറ്റൊക്കെ എടുത്തിട്ട ശേഷം പ്രീതിയുടെ അലമാര തുറന്നൊരു ബാഗ് എടുക്കുകയാണ്. തുടർന്ന് ആ ബാഗിലെ തുണിയൊക്കെ നോക്കുമ്പോൾ പാറുകുട്ടിയുടെ ഒരു ഉടുപ്പ് കിട്ടുകയാണ്. അന്നേരം ആ ഉടുപ്പ് ചേർത്ത് പിടിച്ച് സത്യഭാമ അങ്ങ് കരയുകയാണ്. അതിനുശേഷം ഓർക്കുന്നുണ്ട് ശാരദാമ്മയുടെ കൈകളിൽ നിന്നും കുഞ്ഞിനെ ആദ്യമായിട്ട് എടുത്തതും പിന്നീട് പ്രീതിയുമായിട്ട് വീട്ടിലൊക്കെ കൊണ്ട് നടന്നതും അവസാനം ശാലിനി കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി പോകുന്നതും ഒക്കെ ഓർത്ത് സത്യഭാമ ആ ഉടുപ്പ് അങ്ങ് ചേർത്ത് പിടിച്ച് കരയുകയാണ്. ഈ സമയത്താണെങ്കിൽ അർജുൻ വാതിൽ വന്ന് കാണുകയാണ് ഇതൊക്കെ, ഈ സംഭവങ്ങളൊക്കെ. പക്ഷെ അർജുനെ സത്യഭാമ അങ്ങ് കാണുമ്പോൾ അർജുൻ കണ്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ ഭാമയുടെ മുഖം അങ്ങ് മാറുകയാണ്. വീണ്ടും ഒന്നും ഇല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കുമ്പോൾ അർജുൻ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അർജുൻ പറയുകയാണ്, എനിക്ക് പ്രീതി അല്ല പാറുകുട്ടിയെ കാണണം, താലോലിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അവളുണ്ടോ, ഉറങ്ങിയോ, എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ ഓർത്ത് വല്ലാത്ത വിഷമം തന്നെയാണ്. നമ്മൾ എന്ത് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും കൂടി പഞ്ചകൈലാസത്തിലേക്ക് പോയത്, പ്രീതിയും ഞാനും രോഹിത്തും സുസ്മിതയും വിഷ്ണുവും ശാലിനിയും പാറമോളും എല്ലാം കൂടി. പക്ഷെ ഒറ്റ നിമിഷം കൊണ്ട് അതെല്ലാം അങ്ങ് ചിന്നിച്ചിതറിയില്ലേ. ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ഒഴുകി ഒഴുകി എവിടെയൊക്കെയോ എത്തി. ഒരുപക്ഷെ ഇവരുടെ വീഴ്ചയ്ക്ക് കാരണമായ ആ സംഭവം അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയണ്ടേ സത്യാമ്മയും ചോദിച്ച ശേഷം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ സത്യഭാമ ഒരു അക്ഷരം മിണ്ടാതെ നിൽക്കുകയാണ്. അർജുനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്, വിഷമത്തോടു കൂടി തന്നെയാണ്. തുടർന്ന് അർജുൻ സത്യഭാമയുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സത്യാമ്മയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ശ്രീരഞ്ജിനി വന്നിരിക്കുന്നത് അവിടെ എന്ത് സംഭവിച്ചു, രോഹിത്തിന്റെ മിസ്സിങ് എല്ലാം തെളിയിക്കാൻ വേണ്ടിയാണ്. അതിൽ സത്യാമ്മ അതിനിടയിൽ ഒരു വിലങ്ങ് തടിയായിട്ട് നിൽക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ അർജുൻ്റെ കൈയങ്ങ് മാറ്റിയ ശേഷം സത്യഭാമ പറയുകയാണ്, ഈ സത്യഭാമയുടേതായ നിലപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓരോ കാര്യത്തിലും എനിക്ക് വ്യക്തമായ നിലപാടുണ്ട്. അത് തിരുത്താനായിട്ട് ആരും വരണ്ട എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലിരുന്ന ഫ്രോക്ക് പ്രീതിയുടെ കട്ടിലിൻ്റെ ആ കൈകളിലേക്ക് ഇട്ട ശേഷം സത്യഭാമ അങ്ങ് പോവുകയാണ്. തുടർന്ന് ഭാമ അങ്ങ് പോയ ശേഷം അർജുനാണെങ്കിൽ ആ പാറുകുട്ടിയുടെ ഉടുപ്പ് ഇങ്ങനെ കൈകളിലേക്ക് എടുത്ത് അത് ഇങ്ങനെ മുത്തമൊക്കെ വെക്കുകയാണ്. എന്നിട്ട് അതിൽ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അർജുൻ അങ്ങ് സങ്കടം വരികയാണ്, കണ്ണീരൊക്കെ ഒഴുകുന്നുണ്ട്. തുടർന്ന് പ്രീതിയുടെ അടുത്തേക്ക് ഇരുന്ന ശേഷം നീ എല്ലാം കേട്ടല്ലോ പ്രീതി എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ഇതേസമയം ഹാളിൽ സുസ്മിത ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. ശനിയാഴ്ച അല്ലേ കല്യാണി, ഞാൻ എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു കൊണ്ട് സെറ്റിലേക്ക് വന്നിരിക്കുന്നുണ്ട്. അന്നേരം അവിടെ രാഘവൻ നായർ ഇപ്പുറത്തെ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഘവൻ നായർ ഇങ്ങനെ ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കുകയാണ്. തുടർന്ന് സുസ്മിതയെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രീരഞ്ജിനിയും വേറൊരു വനിതാ കോൺസ്റ്റബിളും കൂടി അവിടേക്ക് വരികയാണ്. അന്നേരം മേ കം ഇൻ വാതിൽക്ക് എന്ന് ചോദിക്കുമ്പോൾ വരണം മാഡം എന്ന് പറഞ്ഞ് രാഘവൻ നായർ വിളിക്കുകയാണ്. തുടർന്ന് ഇവരും ഒന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ്. അന്നേരം അങ്ങോട്ട് ഇരിക്കാമെന്നൊക്കെ തുടർന്ന് രാഘവൻ നായർ ഇരിക്കാനൊക്കെ പറയുമ്പോൾ വെരി ഗുഡ് മോർണിംഗ് സുസ്മിത എന്നിങ്ങനെ സുസ്മിത നോക്കി പറയുകയാണ്. അന്നേരം ആ ഗുഡ് മോർണിംഗ് എന്നിങ്ങനെ പെട്ടെന്ന് ആ പേടിയൊക്കെ മാറ്റിയിട്ട് സുസ്മിത പറയുന്നുണ്ട്. തുടർന്ന് പിന്നെ ശ്രീരഞ്ജിനിയെ ഇരുന്ന ശേഷം സുസ്മിതയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം സുസ്മിത മനസ്സിൽ കരുതുകയാണ്, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ, എപ്പോഴും ഈ വീട്ടിൽ കയറി ഇറങ്ങി നടക്കാനായിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്. അന്നേരം അതിന് മറുപടി എന്ന പോലെ ശ്രീരഞ്ജിനി പറയുന്നുണ്ട്, ഇല്ല സുസ്മിതയെന്ന്. അന്നേരം എന്താണെന്നിങ്ങനെ സുസ്മിത ചോദിക്കുമ്പോൾ സുസ്മിത മനസ്സിൽ ചോദിച്ചില്ലേ, അതിനുള്ള മറുപടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വേറെ ജോലിയൊന്നുമില്ല, അത് അങ്ങനെയല്ലേ ചോദിച്ചത്, ഞാൻ എൻ്റെ ജോലി തന്നെ റിസ്കിലാക്കി വെച്ചിരിക്കുകയല്ലേ, എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസ് തന്നെയാണ് ഇത് എന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ ആരോഗ്യമൊക്കെ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പനിയൊക്കെ മാറിയില്ലേ എന്ന്. അന്നേരം കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ 2 ഇടിയൊക്കെ കൊള്ളാനുള്ള ആരോഗ്യം ഉണ്ട് അല്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇതൊക്കെ കേട്ട് രാഘവൻ നായർ അങ്ങ് ചിരിച്ചിരിക്കുകയാണ്. സുസ്മിത അങ്ങ് പേടിച്ചിരിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറയുന്നുണ്ട്. അന്നേരം ഇതൊക്കെ മുകളിൽ നിന്നും സത്യഭാമ കേൾക്കുകയാണ്. അന്നേരം ശ്രീരഞ്ജിനി ഇങ്ങനെ ഭാമയെ കാണുന്നുണ്ട്. അന്നേരം ഒരു ചിരി വരുത്തുകയാണ് ഭാമ. തുടർന്ന് ഭാമ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ സെറ്റിലേക്ക് ഇരിക്കുകയാണ്. തുടർന്ന് ശ്രീരഞ്ജിനി പറയുന്നുണ്ട്, രോഹിത്തിന്റെ മിസ്സിംഗ് കേസിൽ സുസ്മിതയുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു സുവർണ്ണ അവസരം വന്നിരിക്കുകയാണ്. ഇനി സുസ്മിതയെ ഞാൻ അധികം ബുദ്ധിമുട്ടിപ്പിക്കില്ല. നാർക്കോ അനാലിസിസ് ടെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ സുസ്മിത അങ്ങ് സന്തോഷിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ലൈവ് ഡിറ്റക്ട് ടെസ്റ്റ് അതാണ് ഇനി നടത്താൻ പോകുന്നതെന്ന്. അന്നേരം സുസ്മിതയെ നോക്കുമ്പോൾ നുണ പരിശോധന എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നാർക്കോ അനാലിസിസ് ടെസ്റ്റും നുണ പരിശോധന ഒന്നല്ലേ എന്നാണ് സുസ്മിത ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെനിക്കറിയില്ല കേട്ടോ, ഒന്നാണോ അല്ലയോ എന്ന്. അന്നേരം നുണ പരിശോധനയാണ് ഇനി അടുത്ത ടെസ്റ്റ്, എന്താ റെഡി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുസ്മിത ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നേരത്തെ പറഞ്ഞത് സുസ്മിത പറയുന്നത് കള്ളമാണോ അല്ലയോ എന്നുള്ളതും ഇതിനി എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നുണ പരിശോധന ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. അന്നേരം അതിലും പെടും സുസ്മിത. പക്ഷേ സുസ്മിത അവിടെ ഒരു മെഡിസിൻ പ്രയോഗിക്കും. നുണ അപ്പോഴത്തേക്ക് ഒരു പ്രഷർ കൂടാനോ കുറയാനോ എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ
മെഡിസിൻ അവിടെ പ്രയോഗിക്കും. അത് ചന്ദ്രബോസ് ചിറ്റപ്പൻ പറഞ്ഞ അനുസരിച്ചാണ് സുസ്മിത പ്രയോഗിക്കുന്നത്. പക്ഷെ അന്നേരം സുസ്മിതയ്ക്ക് കുറേ നേരത്തേക്ക് ബോധം കാണില്ല, ഒന്നും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഈ മെഡിസിൻ കഴിക്കുന്നതൊക്കെ ശാലിനി കണ്ടുപിടിക്കും. അവിടെ വെച്ച് തന്നെ സത്യഭാമയെ അറിയിക്കും. അവിടെ വെച്ച് സത്യഭാമ സുസ്മിതയ്ക്ക് ഒന്ന് പൊട്ടിക്കും. അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു.